റൈറ്റ്. ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ 6th ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് ഇതിലെ എക്സസൈസ് 6.2ലെ 4th ക്വസ്റ്റ്യൻ മുതലാണ് എന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ് ഇൻ ഫിഗർ 6.26. ഫിഗർ തന്നിട്ടുണ്ട് 6.26. ഇഫ് AB പാരലൽ CD, ഇവിടെ AB ഉണ്ട്, AB പാരലൽ CD, ആംഗിൾ APQ 50 ഡിഗ്രി, APQ ഈ ആംഗിൾ 50 ഡിഗ്രി ആണ്, ആൻഡ് ആംഗിൾ PRD ഈ ആംഗിൾ 127 ഡിഗ്രിയാണ്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സും വൈയും കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗർ വെച്ച് തന്നിട്ടുള്ള കാര്യം ഗിവൺ AB പാരലൽ CD ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ APQ തന്നിട്ടുണ്ട്, ഈക്വൽ ടു അത് 50 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ PRD ഫിഗറിൽ നോക്കുക, PRD ഈ ആംഗിൾ ഈക്വൽ ടു 127 ഡിഗ്രിയാണ്. എക്സും വൈയും കണ്ടുപിടിക്കണം. ഇനി ഫിഗറിൽ നോക്കുക, ABയും CDയും പാരലാണ്. അപ്പോൾ ABയും CDയും പാരലൽ ലൈൻസിനെ PQ എന്ന ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഈ 50 ഡിഗ്രിയും ഈ എക്സും. അതുകൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു ആംഗിൾ APQ, അത് ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. അതിന്റെ റീസൺ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്. ഇനി ഇവിടെ നോക്കുക, ആംഗിൾ APR നോക്കുക. ഈ ആംഗിൾ മൊത്തം ആംഗിൾ APR ഈക്വൽ ടു അത് 50 പ്ലസ് വൈ ആണ്. 50 പ്ലസ് വൈ ഈക്വൽ ടു ഈ APR എന്ന് പറയുന്ന ഈ ആംഗിളും PRD എന്ന് പറയുന്ന ഈ ആംഗിളും ABയും CDയും എന്ന പാരലൽ ലൈൻസിനെ PR എന്ന ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു അപ്പോൾ 127 ഡിഗ്രി എന്ന് കിട്ടും. ഇതിന്റെ റീസണും ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പോൾ നമുക്ക് 50 പ്ലസ് വൈ ഈക്വൽ ടു 127 ഡിഗ്രി എന്ന് കിട്ടി. ദെയർഫോർ y ഈക്വൽ ടു 127 മൈനസ് 50 ഈക്വൽ ടു 77 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ആൻസർ ആയി. എക്സ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ y ഈക്വൽ ടു 77 ഡിഗ്രി എന്നും കിട്ടി. അപ്പോൾ ഇതിന്റെ എക്സും വൈയും കണ്ടുപിടിച്ചു. ഇതിലെ 5th ക്വസ്റ്റ്യൻ ഇൻ ഫിഗർ 6.27. ഫിഗർ തന്നിട്ടുണ്ട്. PQ ആൻഡ് RS ആർ ടു മിറേഴ്സ്. PQവും RSും രണ്ട് മിറേഴ്സ് ആണ്. Two mirrors placed parallel to each other. An incident ray AB strike on mirror PQ. AB PQ strike ചെയ്തു at B എന്ന പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്തു. The reflected ray moves along the path BC. ഇങ്ങോട്ട് വന്നു സിയിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. Path BC and strikes the mirror at RS. ഈ RS എന്ന മിററിൽ സ്ട്രൈക്ക് ചെയ്യുന്നു, സി എന്ന പോയിന്റിൽ, RS at C. And again reflects back along CD. CDയിലേക്ക് തിരിച്ചു പോകും. Prove that AB parallel CD. ഇവിടെ AB ഇതാണ്, ABയും CDയും പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. ഇവിടെ ഗിവൺ PQ പാരലൽ RS എന്ന് വന്നിട്ടുണ്ട്. PQ പാരലൽ RS. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലലാണ്. പിന്നെ നമ്മൾ വരച്ചേക്കുന്നത് ഇവിടെ നമുക്ക് E എന്നും ഇതിന് F എന്നും പേര് കൊടുക്കാം. അപ്പോൾ BE പെർപെൻഡിക്കുലർ ടു PQ ആൻഡ് CF പെർപെൻഡിക്കുലർ ടു RS. ഇത് നമ്മൾ വരച്ചു വെച്ചതാണ്. പ്രൂവ് ചെയ്യേണ്ടത് AB പാരലൽ CD BC എന്ന്, AB പാരലൽ CD, AB പാരലൽ CD ആണത്, CD എന്ന് പ്രൂവ് ചെയ്യാം. ഇനി ഇവിടെ റേസ് പോകുന്നു, റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. അപ്പം ലോ ഓഫ് റിഫ്ലക്ഷൻ, ബൈ ലോ ഓഫ് റിഫ്ലക്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഈ BE എന്നുള്ളതിന് പെർപെൻഡിക്കുലർ ആണ്.
അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ആംഗിളും 2 എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 എന്ന് നമ്മൾ എടുത്തെഴുതി. അതുപോലെ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ആയിരിക്കും. കാരണം ഇവിടുന്ന് റിഫ്ലക്റ്റഡ് റേ ആണ്, ഇവിടെ വന്നു ഇതേ ആംഗിളിൽ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 1ഉം 2 എന്ന് എടുത്താലും ആ 3 എന്നും 4 എന്ന് എടുത്താലും 1ഉം 2ഉം ഈക്വൽ ആയിരിക്കും, അതുപോലെ 3ഉം 4ഉം ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ഈ പി ക്യൂവും ആർഎസും പാരലാണ്. ആ പാരൽ ലൈൻസിന് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഈ ബിയും സി എഫും. അതുകൊണ്ട് തന്നെ ബിഇ പാരലൽ സി എഫ് ആയിരിക്കും. ബി പാരലൽ സി എഫ് ആകുമ്പോൾ അതിനെ ഈ ബി സി എന്നുള്ള ഒരു ലൈൻ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന ഈ 2ഉം 3ഉം എന്ന് പറയുന്ന ആംഗിൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3 എന്ന് നമുക്ക് എഴുതാം. കാരണം ബി പാരലൽ സി എഫ് ആണ്, അതുകൊണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾ. അപ്പോൾ ഇവിടെ 1 ഈസ് ഈക്വൽ ടു 2 ആണ്, 2 ഈസ് ഈക്വൽ ടു 3 ആണ്, 3 ഈസ് ഈക്വൽ ടു 4 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 ഈസ് ഈക്വൽ ടു ആംഗിൾ 3 ഈസ് ഈക്വൽ ടു ആംഗിൾ 4 ആണ്. അപ്പോൾ ഈ ആംഗിളുകളെല്ലാം ഈക്വൽ ആണ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 4 ആംഗിളും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ഈക്വൽ ടു എന്തായാലും ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ആയിരിക്കും. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 എന്ന് പറയുന്നത് എ ബി സി ആണ്. ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 എന്ന് പറയുന്നത് ബി സി ഡി ആയിരിക്കും. ആംഗിൾ ബി സി ഡി. അപ്പൊ ഇവിടെ നോക്കുക, ഈ എ ബിയും സി ഡിയും നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിച്ചാൽ ഈ എ ബി സി ഡിയും 2 ലൈനാണ്, പാരലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടില്ല, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിളും ഈ ആംഗിളും നമ്മൾ നോക്കും. അതായത് ആംഗിൾ എ ബി സിയും ആംഗിൾ ബി സി ഡിയും അത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ എ ബിയും സി ഡിയും ഈ 2 ലൈനിനെ ഈ ബി സി എന്ന് പറഞ്ഞ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഈ പറഞ്ഞ 2 ആംഗിൾ. അപ്പോൾ ഈ 2 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ്. അപ്പോൾ ഇവിടെ എ ബി സിയും ബി സി ഡിയും ഈക്വൽ ആണ്, അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ therefore എ ബി പാരലൽ സി ഡി ആയിരിക്കും. ഒന്നുകൂടി പറയാം, നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ ഇവിടെ ബിഇ സി എഫ് എന്നീ 2 ലൈനുകൾ വരച്ചു. അത് പി ക്യൂവിനും ആർ എസിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ലൈൻ വരച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ പി ക്യൂവും ആർ എസും പാരലൽ കൊണ്ട് തന്നെ അതിൽ വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലർസ് ബിഇയും സി എഫും പാരലൽ ആയിരിക്കും. ഇനി ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 1 ഈസ് ഈക്വൽ ടു 2 ആണ്, 3 ഈസ് ഈക്വൽ ടു 4 ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ബി പാരലൽ സി എഫ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ബി പാരലൽ സി എഫ് ആയതുകൊണ്ട് തന്നെ ഈ 2 ലൈൻ പാരലൽ ആയതുകൊണ്ട് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈ 2ഉം 3ഉം. അതുകൊണ്ട് 2ഉം 3ഉം ഈക്വൽ ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് 2ഉം 3ഉം ഈക്വൽ ആണ്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 2ഉം 2 ഈസ് ഈക്വൽ ടു 3ഉം 3 ഈസ് ഈക്വൽ ടു 4ഉം ആവുമ്പോൾ 1 ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 3 ഈസ് ഈക്വൽ ടു 4. ഈ എല്ലാ ആംഗിളുകളും ഈക്വൽ. അപ്പോൾ വേണ്ടത് എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലെ കറസ്പോണ്ടിങ് ആംഗിൾസോ കോ ഇന്റീരിയർ ആംഗിൾസോ ഓൾട്ടർനേറ്റ് ആംഗിൾസോ ഏതെങ്കിലും നമുക്ക് ഈ കണ്ടീഷൻ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇവിടെ ഈ 2 ആംഗിൾ എടുത്താൽ ഇത് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ലൈൻസ് പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്ത്. ഇവിടെ 1ഉം 2ഉം 3ഉം 4ഉം ഈക്വൽ ആണ്. അതുകൊണ്ട് 1 പ്ലസ് 2 ഈക്വൽ ടു 3 പ്ലസ് 4 ആയിരിക്കും. ഈ 1 പ്ലസ് 2 എന്ന് പറയുന്നത് ആംഗിൾ എ ബി സി ആണ്. 3 പ്ലസ് 4 എന്ന് പറയുന്നത് ആംഗിൾ ബി സി ഡി ആണ്. അപ്പോൾ അത് ഇതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആ തിയറം തിരിച്ചു പറഞ്ഞാൽ 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ 2 ലൈൻസിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ 2 ലൈൻസ് പാരലൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ എ ബി ഈക്വൽ ടു സി ഡി എ ബി പാരലൽ സി ഡി എന്ന് പ്രൂവ് ചെയ്തു.